നമസ്കാരം ബാങ്ക് ഉദ്യോഗാർത്ഥികളെ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ വേക്കൻസി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നു. 5000-ൽ പരം വേക്കൻസിയാണ് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാങ്ക് ഉദ്യോഗം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടുക എന്നത് ഒരു പ്രത്യേക താല്പര്യമുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്, ലോകോത്തര ബാങ്ക്, അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ ക്ലറിക്കൽ വേക്കൻസിയിൽ കയറുകയാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് പ്രൊമോഷൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഉന്നത കാഡറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതെല്ലാം തീർത്തും ആകർഷണീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസം 26-ാം തീയതി പുറത്തു വന്നിരിക്കുന്നു. ഏപ്രിൽ മാസം 27 ഇന്നു മുതൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പ്രധാനപ്പെട്ട തീയതികൾ പറയാം. ഏപ്രിൽ മാസം 27 ഇന്നു മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതിനുള്ള തീയതി മെയ് മാസം 17, മെയ് 17, 2021 വരെയാണ്. ആരും തന്നെ അവസാന തീയതികളിലേക്ക് ഇത് നീട്ടി കൊണ്ടുപോകരുത്. അവസാനം ഡേറ്റ കൺജഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇന്ന് ചെയ്യണമെന്ന് പറയുന്നില്ല, ഏതാണ്ട് റീസണബിൾ ടൈമിനുള്ളിൽ നമ്മൾ സീരിയസ് കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും യാതൊരു വ്യത്യാസവുമില്ല. പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും. പ്രിലിമിനറി പരീക്ഷയിൽ പാസ്സാവുന്നവരെ അവർ മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും. ഏറ്റവും ഓർക്കേണ്ട കാര്യം, ഇൻ്റർവ്യൂ ഇല്ല. ഈ മെയിൻസ് പരീക്ഷ പാസ്സായി ഉന്നത മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കാർഡ് കയ്യിൽ കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന ഒരു മൂന്നാം ഘട്ട പരീക്ഷണം ക്ലറിക്കൽ എക്സാമിനേഷൻസിന് ഇല്ല. അപ്പോൾ ജൂൺ മാസം പകുതിയോടെയാണ് ഞാൻ പ്രിലിമിനറി പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. 2ാം പകുതിയിൽ, ജൂൺ മാസത്തിൽ എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ജൂൺ 2ാം പകുതിയിലാണ്. ജൂൺ 2ാം പകുതിയിൽ ഉള്ള ആഴ്ചകളിലായി നമുക്ക് എൻ്റെ പ്രിലിമിനറി പരീക്ഷ പ്രതീക്ഷിക്കണം. പ്രിലിമിനറി പരീക്ഷയുടെ ടോപ്പിക്കുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്, ജനറൽ റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. ജനറൽ റീസണിങ് 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്. മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്. എല്ലാത്തിലും തന്നെ 20 മിനിറ്റ് വെച്ചാണ്. അപ്പോൾ 60 മിനിറ്റ്, 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഇതിൽ പരമാവധി സ്കോർ ചെയ്യുന്ന ആൾക്കാരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും. മെയിൻ പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ ഇലോബറേറ്റ് ആയ പരീക്ഷയാണ്. ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി എന്നൊരു 4ാമത്തെ ഒരു പരീക്ഷയും കൂടെ ഉണ്ടാകും. അല്പം ഉയർന്ന തലം തന്നെയായിരിക്കും മെയിൻസ് പരീക്ഷ. മെയിൻസ് പരീക്ഷയെക്കുറിച്ച് പറയുന്നതിന് മുൻപേ ഞാൻ പ്രിലിമിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൃത്യതയും വേഗതയുമാണ് ഈ പരീക്ഷയുടെ വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു പരിധിയിലേറെ ഒരു വലിയൊരു എലിമിനേഷൻ ടെസ്റ്റാണ്. സീരിയസ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് വളരെ മത്സരബുദ്ധിയോടെ പഠിച്ച് നമ്മളുടെ കഴിവുകൾ പൂർണ്ണമായും ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കൃത്യമായ ഒരു പാഠ്യപദ്ധതി നമുക്കുണ്ടാവണം. അതിന് വലിയ ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വ്യക്തമായ ഒരു
ക്ലാസ് ഞങ്ങളുടെ ഉദ്യോഗ് സേവ എന്ന മൊബൈൽ ആപ്ലിക്കേഷനുടെ വ്യക്തമായൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രിലിംസിനും മെയിൻസിനും വേണ്ട ഒരു പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഗ്രേഡഡ് ആയ ഒരു കാര്യമാണ്. പ്രിലിംസ്, മെയിൻസ് എന്നിവ വ്യക്തമായ പ്രത്യേക സെക്ഷനിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. ഇത് ഒക്കെ പരിപൂർണമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. വേഗതയും കൃത്യതയും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ ഒരിക്കലും വേഗതയ്ക്കല്ല ശ്രമിക്കേണ്ടത്, കൃത്യതയ്ക്കാണ് ശ്രമിക്കേണ്ടത്. ആദ്യം ടോപ്പിക്കുകൾ എടുത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ബേസിക് ഫണ്ടമെൻ്റൽസ് എല്ലാം ഭംഗിയായി പഠിക്കുക. അത് പഠിച്ചിട്ട് അതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എല്ലാത്തിനും വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. നമ്മളൊരു എക്സാമിനേഷൻ എടുത്ത് 45 ദിവസം 50 ദിവസം പ്ലാൻ ഇടുക. ഈ 50 ദിവസത്തിനുള്ളിൽ പരമാവധി ഞാൻ ഇത്ര ടെസ്റ്റുകൾ ചെയ്യും, ഇത്ര ക്വസ്റ്റ്യൻസ് മനസ്സിലൂടെ പ്രോസസ്സ് ചെയ്യും, ഓരോ ദിവസവും ഇത്ര ചോദ്യങ്ങൾ ഞാൻ ചെയ്യും എന്ന വ്യക്തമായൊരു ധാരണയുണ്ടാവണം. ആ ധാരണയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഭംഗിയായി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ പ്ലാനുകൾ ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യുക. പ്ലാനുകൾ ആദ്യം ഉണ്ടാകണം, പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. അപ്പോൾ ആദ്യം ശക്തമായ പ്ലാനുകൾ ഉണ്ടാവട്ടെ, ആ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ. എങ്കിൽ തീർച്ചയായിട്ടും പ്രിലിമിനറി പരീക്ഷയിൽ നമുക്ക് വിജയം ഉണ്ടാകും. ഇനി പ്രിപ്പറേഷൻ്റെ ആദ്യ ദിവസം മുതൽ പ്രിലിംസ് എന്ന് പറഞ്ഞ് മാത്രം ചിന്തിക്കാതെ നമുക്ക് മെയിൻസും കൂടെ മനസ്സിലുണ്ടാകണം. പാരലലി നമ്മൾ പ്രിലിംസ് പാസ്സാകുമെന്നും ഒരു മെയിൻസ് പരീക്ഷ ഉണ്ടാകുമെന്നും മനസ്സിൽ കരുതിക്കൊണ്ട് വേണം പ്രിപ്പറേഷൻ തുടങ്ങാൻ. എല്ലാ പേരും ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിംഗ് ആദ്യം മുതലേ തുടങ്ങുക. ഇതിനൊക്കെ ഒരു മനസാന്നിധ്യവും താല്പര്യവും മാത്രമാണ് വേണ്ടത്. ഉദ്യോഗ് സേവയിലൂടെ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതൊക്കെ വായിക്കുക, കൊച്ചു നോട്ടുകൾ കുറിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്യോഗ് സേവ ആപ്പിലൂടെ നൽകുന്ന നോട്ടുകൾ, ജനറൽ അവയർനെസ് നോട്ട്സുകൾ, അത് വീക്ക്ലി ആയിട്ട് നൽകുന്നത് വളരെ എലോബറേറ്റ് നോട്ടുകളാണ്. ഞാൻ ഇത്തരണത്തിൽ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 നടന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലാർക്ക് മെയിൻസ് പരീക്ഷയിൽ ചോദിച്ച 50 ജനറൽ അവയർനെസ് ചോദ്യങ്ങളും ഞങ്ങളുടെ നോട്ടിൽ നിന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല. ഞങ്ങളുടെ നോട്ടിൻ്റെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട്, നോട്ടിൽ സ്ക്രീനിൽ ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചു എന്ന പ്രൂഫോട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ എലോബറേറ്റ് ആണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യാം ആ നോട്ടിനെ. അതുപോലെ തന്നെ കണക്കാവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, റീസണിങ് ആവട്ടെ, ഞങ്ങളുടെ വിദഗ്ധർ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങൾ, പഠിപ്പിക്കുന്ന രീതി, ഇതെല്ലാം തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇനി ഞാൻ മെയിൻസ് പരീക്ഷയിലേക്ക് വരാം. മെയിൻസ് പരീക്ഷ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ 31 അപ്പോൾ ജൂലൈ 31 എന്ന് പറയുന്നത് വിദൂരമായൊരു സമയമല്ല. ജൂലൈ 31 പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഉടനടി നമ്മൾ തുടങ്ങിയേ പറ്റുള്ളൂ. പരീക്ഷയുടെ സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് 2 മണിക്കൂർ 40 മിനിറ്റ്. ഇതാണ് പരീക്ഷയുടെ സ്കീം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും പ്രിലിമിനറി പരീക്ഷയേക്കാൾ കുറച്ചുകൂടെ വിപുലമായ പരീക്ഷാ സ്കീമാണ് മെയിൻസിൻ്റെത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോഴേ തന്നെ പാരലലി രണ്ടിനും കൂടെ പ്രിപ്പയർ ചെയ്ത് പോകണം. അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എംഫാസിസ് പ്രിലിംസ് ആയിരിക്കണം. പാരലലി നമ്മൾ മെയിൻസിലൂടെ പഠിക്കുക. ഏതാണ്ട് പ്രിലിംസ് പരീക്ഷ പൂർത്തിയാവുന്നതോടൊപ്പം നമ്മൾ ഫുൾ ത്രസ്റ്റിൽ, ഫുൾ ത്രോട്ടിലിൽ നമ്മൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു 50-60 ദിവസത്തെ ശക്തമായ പ്രിപ്പറേഷൻ മതി ഒരു നല്ല കാൻഡിഡേറ്റിന് ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ. ഇതാണ് എൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഈ സീരിയസ്നെസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത്രയും ദിവസം ആ സീരിയസ്നെസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ
വ്യക്തിപരമായ മനസ്സിൻ്റെ ദൃഢത പോലെ ഇരിക്കും. അപ്പോൾ ലക്ഷ്യബോധമുണ്ടാകട്ടെ, ആഗ്രഹമുണ്ടാകട്ടെ, പ്രിപ്പറേഷൻ ശക്തമാക്കട്ടെ. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ എല്ലാവരെയും വീണ്ടും വീട്ടിലിരുത്തിയേക്കുകയാണ്. പക്ഷേ ഇതൊരു അവസരമായി കരുതി മുമ്പോട്ട് പോവുക. നമുക്കെപ്പോഴും ബെസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി വേണമെന്നില്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളെ ബെസ്റ്റാക്കി മാറ്റുകയാണ് വേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയം പൊതുവിൽ വരുന്ന കാര്യം, കേരളത്തിൽ 100 വേക്കൻസിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 100 അത്ര മോശപ്പെട്ട വേക്കൻസി അല്ല, വളരെ കൂടുതലാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. എങ്കിലും നന്നായി പഠിക്കുന്ന ഒരാൾക്ക് ഇത് ഒരു നല്ല അവസരം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇത് ഏതാണ്ട് ഒരു 450-ൽ പരം വേക്കൻസിയാണ്. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നൊരു കാര്യം അവർ നടത്തുന്നുണ്ട്. അവരുടെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വായിക്കുക. ഈ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ വെർനാക്കുലർ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റുണ്ട്. അത് 10ാം തരത്തിലോ +2 തരത്തിലോ ഭാഷ പഠിച്ചതായ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇത്തരം ടെസ്റ്റ് ഇല്ല. അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അവർ നടത്തേണ്ട ഒരു വളരെ ലഘുതരമായൊരു ടെസ്റ്റാണ്. അപ്പോൾ വേക്കൻസി തമിഴ്നാട്ടിൽ കൂടുതലായതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യണമെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ ICDയിലെ ധാരാളം കുട്ടികൾ തമിഴ്നാട്ടിൽ ജോലി കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എങ്കിൽ കൂടെ ഞാൻ പറയുന്നത്, മലയാളക്കരയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിലെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക, സംശയം ഉണ്ടാകേണ്ടത് മനസ്സിൽ. എന്നാൽ ഇപ്പോൾ പാലക്കാട് താമസിക്കുന്നവർ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ, ഇടുക്കിയിൽ താമസിക്കുന്നവർ, ഈവൻ കൊല്ലം പോലും തമിഴ്നാടുമായി ബോർഡർ കീപ്പ് ചെയ്യുന്ന ജില്ലകളാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ തമിഴ് പഠിക്കാൻ മലയാളിക്കും, മലയാളം പഠിക്കാൻ തമിഴനും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം തമിഴ് ഈസ് ദ മദർ ഓഫ് ഓൾ സതേൺ ലാംഗ്വേജസ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ദോഷമില്ല. പക്ഷെ നിങ്ങളുടെ ജോലിയുടെ കൺവീനിയൻസ് നിങ്ങൾ മനസ്സിൽ തീർച്ചയായിട്ടും കരുതണം. ഇപ്പോൾ പാലക്കാട് താമസിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ മറ്റേത് ജില്ലയിൽ വർക്ക് ചെയ്യുന്നത് പോലെ സുഗമമാണ് കോയമ്പത്തൂരിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ തൊഴിൽ സംബന്ധമായി അവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നത് ഒരു ബുദ്ധിമുട്ടാകില്ല എങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട് വെച്ച് അപ്ലൈ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ആ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയല്ല, അത് വളരെ ചെറിയൊരു പരീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഒരു വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും മിനിമം ചില കാര്യങ്ങൾ ആ ഭാഷാ പരീക്ഷയ്ക്ക്, പരിജ്ഞാന പരീക്ഷയ്ക്ക് മുമ്പേ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. നിങ്ങൾ ഭാഷാ പണ്ഡിതനാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് എൻ്റെ ക്ലാരിഫിക്കേഷൻ ആ ഭാഗത്തുള്ളത്. എങ്കിൽ കൂടെ എൻ്റെ ഒരു ജനറൽ തോട്ട് എന്ന് പറയുന്നത്, മലയാളി കുട്ടികൾ പൊതുവിൽ കേരളത്തിലെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക എന്ന് തന്നെയാണ്. ഇതൊരു വലിയ അവസരമാണ്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഈ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസയറസ് മനസ്സോടെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. വിജയം ഉറപ്പായി നിങ്ങളോടൊപ്പമുണ്ട്. ICDയുടെ ഉദ്യോഗ് സേവ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഞങ്ങൾ ക്ലാസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത അവസരത്തിൽ ഗവൺമെൻറ് പെർമിഷൻ തരുമ്പോൾ ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളും പുനരാരംഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരീക്ഷയ്ക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ഗവൺമെൻറ് പെർമിഷൻ എന്നൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങൾക്കോ ഞങ്ങൾക്കോ പറ്റില്ല. അപ്പോൾ ICDയുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനടുത്ത് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടാറുണ്ട്. അവരെ കൂടുതലായി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓൺലൈനിലുള്ള പാഠ്യപദ്ധതി തുടരുന്നുണ്ട്. ഉദ്യോഗ് സേവ വഴി അവർക്ക് നല്ല ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇനി പുതുതായി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ സമയം ഒട്ടും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ഉദ്യോഗ് സേവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അതിൻ്റെ ബെസ്റ്റ് ബെനിഫിറ്റ് മനസ്സിലാക്കുക. വളരെ ലഘുതരമായ രീതിയിൽ പഠിച്ച് സെക്ഷൻ വൈസായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് പല തലങ്ങളിലേക്ക് ഈ പാഠ്യപദ്ധതി കൊണ്ടുപോയി അതിൻ്റെ ലെവൽ ഓഫ് ടഫ്നെസ് കൊണ്ടുപോയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, വളരെ ഫ്ലെക്സിബിളായൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ധാരാളം മോഡൽ പരീക്ഷകൾ അതുവഴി നൽകുന്നുണ്ട്. പരീക്ഷകളൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ സ്കോറ്, റാങ്ക്, പെർസെൻറ്റേജ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരും.
അതുകൊണ്ട് നിങ്ങൾക്കൊരു മത്സര ബുദ്ധിയോടെ തന്നെ പഠിക്കാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ഉത്തമമായ പ്ലാറ്റ്ഫോമാണ് ICLയുടെ ഉദ്യോഗ് സേവ എന്ന് ഞങ്ങൾ കരുതുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി മുമ്പോട്ട് വയ്ക്കുന്നത്. നല്ല ഒരു വിജയം ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകട്ടെ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് 2021 ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ജോലി. നോക്കുക, വെറും 4 മാസത്തിനുള്ളിൽ, വെറും 4 മാസം നിങ്ങൾ പൂർണ്ണമായി ഇതിനു വേണ്ടി സമർപ്പിക്കാമെങ്കിൽ അതിനുള്ളിൽ ഒരു തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യതയാണ്. ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇൻ ജസ്റ്റ് 4 months you can be a part of the biggest bank in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ ഒരു ഭാഗഭാക്കാകാൻ ഉള്ള ഒരു സുവർണ അവസരം, അത് വെറും 4 മാസത്തിനുള്ളിൽ. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ ടാർഗറ്റ്. ബി എ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ in August 2021. All the best.